GLPS Payanadam, School Radio. I am Krishna Kumar Mash. Happy welcome to Day 6, Come Let's Talk. Come Let's Talkന്റെ 6ാം ദിനത്തിലേക്ക് ഏവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂട്ടുകാരെ, ഇപ്പോൾ തീർച്ചയായും ഇംഗ്ലീഷ് ഭാഷ നിങ്ങളുടെ കൂട്ടുകാരനായി മാറിയിട്ടുണ്ടാകും അല്ലേ? ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ലേ? തീർച്ചയായും എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ അനായാസമായി ഭാഷ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലായി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനും പെർമിഷൻ ചോദിക്കാനും വോട്ട് ഉപയോഗിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനുമൊക്കെ പരിശീലിച്ചു അല്ലേ? ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ഭാഷയിലെ വളരെ പ്രധാനപ്പെട്ട 2 വാക്കുകളാണ് ഹാസ് ആൻഡ് ഹാവ്. HAS ഹാസ്, HAV ഹാവ്. ഈ 2 വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുവാനാണ് സാധാരണയായി നാം ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. രവിക്ക് ഒരു കാർ ഉണ്ട്. എങ്ങനെയാണ് പറയുക? രവി ഹാസ് എ കാർ. രവി ഹാസ് എ കാർ. ഒന്ന് പരിശീലിച്ച്. രവി ഹാസ് എ കാർ. അവന് ഒരു പുസ്തകമുണ്ട്. എങ്ങനെ പറയും? ഹി ഹാസ് എ ബുക്ക്. ഹി ഹാസ് എ ബുക്ക്. ഹി ഹാസ് എ ബുക്ക് എന്ന് നമുക്ക് പറയാൻ കഴിയും അല്ലേ? അതുപോലെ അവൾക്കാണെങ്കിലോ അവിടെയും ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അവൾക്ക് ഒരു ഫ്രോക്ക് ഉണ്ട് എന്നെങ്ങനെ പറയാം? ഷി ഹാസ് എ ഫ്രോക്ക്. ഷി ഹാസ് എ ഫ്രോക്ക് അല്ലേ? അതുപോലെ തന്നെ അവർക്ക് ഒരു കാറുണ്ട് എന്നെങ്ങനെയാണ് പറയുക? അവർ എന്ന് പറയുമ്പോൾ ഒന്നിലധികം പേരുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയുക? ദേ ഹാവ് എ കാർ. ദേ ഹാവ് എ കാർ. എനിക്ക് ഒരു വീടുണ്ട് എന്നെങ്ങനെ പറയും? ഐ ഹാവ് എ കാർ. ഐ ഹാവ് എ കാർ അല്ലേ? നിങ്ങൾക്ക് ഒരു ബാഗ് ഉണ്ട് എന്നെങ്ങനെയാണ് പറയുക? യു ഹാവ് എ ബാഗ്. യു ഹാവ് എ ബാഗ് അല്ലേ? അപ്പോൾ നോക്കൂ, ദേ, ഐ, യു. അതുപോലെ വി വരുമ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹാവ് തന്നെയാണ്. HAV ഹാവ്. ഓക്കെ, ഞങ്ങൾക്ക് ഒരു കുടയുണ്ട്. എങ്ങനെ പറയും? വി ഹാവ് ആൻ അംബ്രേല. വി ഹാവ് ആൻ അംബ്രേല എന്നാണ് പറയേണ്ടത് അല്ലേ? നോക്കൂ, ദേ, വി, ഇത് ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ യു, നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബഹുമാനപൂർവ്വമുള്ള വാക്കാണ്. അതുപോലെ ഐ എന്ന് പറയുന്നത് ഒരാൾ ഒറ്റയ്ക്കേ ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് നമ്മോട് ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഐനെയും നമ്മൾ ഒന്നിലധികമുള്ള വാക്കുപോലെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേ, വി, യു, ഐ എന്നെല്ലാം വരുമ്പോൾ ഹാവ് ഉപയോഗിക്കേണ്ടി വരുന്നത് അല്ലേ? ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഒരാൾ മാത്രമുള്ളപ്പോൾ അവൻ, അവൾ, രവി, ഗീത, ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ നമുക്ക് പെൻ എന്ന വാക്ക് വെച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അല്ലേ? അവന് ഒരു പേനയുണ്ട്. എങ്ങനെ പറയും? ഹി ഹാസ് എ പെൻ. അവൾക്ക് ഒരു പേനയുണ്ട്. ഷീ ഹാസ് എ പെൻ. ഗീതയ്ക്ക് ഒരു പേനയുണ്ട്. ഗീത ഹാസ് എ പെൻ. രവിക്ക് ഒരു പേനയുണ്ട്. രവി ഹാസ് എ പെൻ. ഓക്കെ, ഇനി ഇതേ സംഭവം തന്നെ ഒന്നിലധികം പേർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക? നോക്കൂ, അവർക്ക് ഒരു പേനയുണ്ട്. ദേ ഹാവ് എ പെൻ. ഞങ്ങൾക്ക് ഒരു പേനയുണ്ട്. വി ഹാവ് എ പെൻ. എനിക്ക് ഒരു പേനയുണ്ട്. ഐ ഹാവ് എ പെൻ. നിങ്ങൾക്ക് ഒരു പേനയുണ്ട്. യു ഹാവ് എ പെൻ. ഓക്കെ, ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഹാസും ഹാവും ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം അല്ലേ? അപ്പോൾ തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ. കൂട്ടുകാരോട് എല്ലാം ഇത്തരത്തിൽ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷ നന്നായി സ്വായത്തമാക്കണേ. ഏവർക്കും അനായാസമായി ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന ആശംസയോടെ കം ലെറ്റ്സ് ടോക്കിൻ്റെ 6ാം ദിനം പൂർണ്ണമാകുന്നു.